ഇത് ഇലയല്ല, ഒരു ഒച്ചാണ്. വടക്കേ അമേരിക്കയിലെ ഫ്ലോറിഡ മുതൽ നോവാ സ്കോഷ വരെയുള്ള അറ്റ്ലാന്റിക് തീരപ്രദേശത്തുള്ള ഉപ്പ് ചതുപ്പുനിലങ്ങളിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞനൊച്ചാണ് ഈ വിരുതൻ. ശാസ്ത്രനാമം എലൈസിയ ക്ലോറോട്ടിക്ക എന്നും വിളിപ്പേര് ഈസ്റ്റേൺ എമറാൾഡ് എലൈസിയ എന്നുമാണ്. 1 സെന്റിമീറ്റർ മുതൽ 6 സെന്റിമീറ്റർ വരെ വലുപ്പം വയ്ക്കുന്ന ഇവയെ കണ്ടാൽ അരികുകളിൽ മടക്കുകളുള്ള ഒരു പരന്ന പച്ചിലയാണെന്നേ തോന്നൂ. അല്ല, നിറം കൊണ്ടും രൂപം കൊണ്ടും മാത്രമാണോ ഈ ഒച്ചുകൾ ഇലകളെ പോലെ? അല്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇവയുടെ ശരീരത്തിൽ ചെടികളുടേതുപോലുള്ള ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകമുണ്ടത്രേ. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നല്ലേ? ഇവയുടെ ആഹാരമായ യെല്ലോ ഗ്രീൻ ആൽഗകളായ വൗച്ചേറിയ ലിറ്റോറിയയുമായി ഈ ഒച്ചുകൾ ഒരുപാട് കാലം സഹജീവനത്തിൽ ഏർപ്പെടുന്നു. ഈ ആൽഗകളെ ഭക്ഷിക്കുന്നത് വഴി ഇവയുടെ ശരീരത്തിലുള്ള ഹരിതകം ഈ ഒച്ചുകളുടെ ദഹനവ്യവസ്ഥയുമായി ചുറ്റപ്പെട്ട കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ എത്തുന്ന ഹരിത കണങ്ങൾക്ക് കുറച്ചു മാസത്തേക്ക് ഒച്ചിന്റെ ശരീരത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുണ്ടെന്നും നമ്മുടെ കുഞ്ഞനൊച്ചിന് ആവശ്യമായ പോഷണങ്ങൾ നിർമ്മിക്കുവാൻ ഇവ സഹായിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. എങ്കിലും എത്രത്തോളം ഈ ഒച്ചുകൾ ഊർജ സംഭരണത്തിനായി ഈ ഹരിതകം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇങ്ങനെ ഒരു ജീവി മറ്റൊരു ജീവിയിൽ നിന്നും ഹരിതകം എടുക്കുന്ന രീതിയെ ക്ലെപ്റ്റോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നു. ഈ ഒച്ചുകളുടെ ശരീരത്തിൽ ഈ ആൽഗകളുടെ ജീനുകളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവ നിഷ്ക്രിയമാണ്.